എൻ്റെ ചാനലിൽ ഒരുപാട് മോഡൽ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നിയിട്ടുള്ളത് ബോട്ടം പാർട്സ് തയ്ക്കാനാണ് കേട്ടോ. ടോപ്പ് പാർട്സ് തയ്ക്കുമ്പോൾ അത്ര എളുപ്പമല്ലല്ലോ ഈ ബോട്ടം പാർട്സ് തയ്ക്കാന്ന് വെച്ചാൽ. അങ്ങനെ കിട്ടി മക്കളെ കിട്ടി. അച്ഛൻ്റെ അലമാര അരിച്ച് പറിക്കപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാട്ടോ ഈ പാൻറ്റിൻ്റെ മെറ്റീരിയൽ. പിന്നെ ചോദിക്കാനൊന്നും നിന്നില്ല, ഞാനതങ്ങ് അടിച്ച് മാറ്റി. ടോപ്പ് പാർട്സ് തയ്ക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് പൊളിച്ചടുക്കുകയോ അഴിച്ച് പണിയോ എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ബോട്ടം പാർട്ട് അങ്ങനെയല്ല കേട്ടോ. ഞാൻ ഈ എക്സ്പ്രഷൻ ഇട്ട് ചാകണത് പാൻറ്റിൽ എലാസ്റ്റിക് തയ്ക്കാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ. നല്ലപോലെ വലിച്ചു പിടിച്ചില്ലെങ്കിൽ എലാസ്റ്റിക് അതിൻ്റെ വഴിക്ക് അങ്ങ് തയ്ച്ച് പോവുകയും ചെയ്യും. നേരത്തെ റെഫറൻസ് പിക്കിൽ കാണിച്ചതുപോലെ ഫിഷ് ബോട്ടം അല്ലെങ്കിൽ ബെൽ ബോട്ടം എന്നൊക്കെ പറയും, ആ മോഡൽ ട്രൈ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഫൈനലി എനിക്ക് ഒറ്റ ലുക്കിൽ ഇതൊരു പാൻറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വലിച്ചു കയറ്റി നോക്കണം, എനിക്ക് കണക്കാവില്ലെന്നും കൂടെ അറിയണ്ടേ. അപ്പം ഞാനിതൊന്ന് ഇട്ട് നോക്കട്ടെ. ഈ ഒരു ഭാഗത്ത് ഞാൻ ഇത്തിരി മാസത്തിന് വേണ്ടി ഒരു പാട്ടൊക്കെ കുത്തിക്കേറ്റിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, യൂട്യൂബിനകത്ത് അത്രയ്ക്ക് പിടിച്ചില്ല, എന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് വെച്ചു. എന്നാൽ പിന്നെ പാട്ട് മാറ്റി റെക്കോർഡ് ചെയ്തേക്കെന്ന് വെച്ച് എന്താ അല്ലേ. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബെൽ ബോട്ടം അല്ലെങ്കിൽ ഫിഷ് കട്ട് മോഡൽ എന്ന് പറയുന്ന പാൻറ്റ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കുഴപ്പമില്ലാതെ കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ, കുഴപ്പമില്ലായിരിക്കും. ഒരു തവണ കസ്റ്റമറുടെ തുണിയിൽ തന്നെ ബോട്ടം പാർട്ട് തയ്ച്ച് നല്ല പണി കിട്ടിയ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ പറ്റില്ലല്ലോ, പാൻറ്റും തയ്ച്ച് പഠിക്കണ്ടേ. ഈസ്റ്ററിൻ്റെ മോഡലെന്നും പറഞ്ഞിട്ട് ഇതാണോ കാണിക്കണമെന്ന് ആരും കരുതിയേക്കല്ലേ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.